ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ചടങ്ങുകളിലൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. മറ്റ് ഇതിൽ പലതും മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ വനിതകൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യം നൽകുന്നതായി കണ്ടിട്ടില്ല. ഒരുപക്ഷെ സഭയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് കൂടി ഞാൻ ഇതിനെ കാണുന്നു. 140 കോടി കത്തോലിക്കർക്കിടയിൽ ഇപ്പോൾ തന്നെ വനിതാ പൗരോഹിത്യം മറ്റ് സഭകളിലൊക്കെ ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ യാഥാസ്ഥികവാദികളും പുരോഗമനവാദികളും ഉണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിൽ വനിതാ പൗരോഹിത്യം ഒരു വലിയ ചർച്ചയാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷകൾക്കിടയിൽ മാർപ്പാപ്പയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊന്ന്, സഭയിൽ വനിതകൾക്ക് 50% വരുന്ന വനിതകളെ എങ്ങനെയായിരിക്കും ആധുനിക കാലഘട്ടത്തിൽ സഭ ഉൾക്കൊള്ളാൻ പോകുന്നത്, വിശ്വാസി സമൂഹം എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുകൂടി സൂചന നൽകുന്ന ചില ഈ ബൈബിൾ വായിക്കുന്നതും ഇതിലൊക്കെ പങ്കെടുക്കുന്നതിൽ വനിതകളുടെ പ്രാതിനിധ്യം കൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിട്ട് ഞാൻ കാണുന്നു. സന്തോഷകരമാണ്. വ്യത്യസ്തതകളും ഇപ്രകാരം നാളിതുവരെ ഒരുപക്ഷെ കൂടുതലായി ഉണ്ടാകാതിരുന്ന ചില പ്രാതിനിധ്യങ്ങളും ഇപ്രകാരം കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഈറ്റില്ലമായ വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും വെൽക്കം ചെയ്യുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും സഭ മുൻപോട്ട് നോക്കിയാണ് ജീവിക്കുന്നത്. ലോകം മുൻപോട്ട് നടക്കുന്നതിനോടൊപ്പം തന്നെയും സഭയും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരമുള്ള വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും അംഗീകരിച്ചുകൊണ്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടെ ഇപ്രകാരമുള്ള പൊതുചടങ്ങുകളിൽ അവസരം കൊടുത്തുകൊണ്ടും തന്നെയുമാണ് ഇന്നത്തെ ചടങ്ങുകളും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ കാണുന്നത് പരിശുദ്ധ കുർബാനയുടെ, ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധ വസ്തുക്കളായി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഗോതമ്പ് അപ്പവും മുന്തിരി വീഞ്ഞും സമർപ്പിക്കപ്പെട്ടവയെ ആശീർവദിച്ച് കൂദാശ വചനങ്ങൾ ചൊല്ലി അവയെ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന അതിവിശുദ്ധമായ കൂദാശ വചനങ്ങളുടെ പ്രാർത്ഥനകൾക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ നിശബ്ദനായി നിങ്ങളോടൊപ്പം, പ്രേക്ഷകരോടൊപ്പം പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ ഈ കുർബാനയിൽ, സ്ഥാനാരോഹണ കുർബാനയുടെ കൂദാശ വചനങ്ങളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ഈ വിശുദ്ധമായ, ഏറ്റവും പരിശുദ്ധമായ കൂദാശ വചനങ്ങളിൽ ചേർന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകളെ ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സംഘർഷഭരിതമായ ഒരു ലോകത്തില് വ്യക്തമായ ദിശാബോധത്തോടുകൂടി സഭയെ നയിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ലയോ 14 മാർപ്പാപ്പ ലയോ എന്ന പേര് സ്വീകരിച്ചത് എന്നാണ് കർദിനാൾ ഫെർണാണ്ടോ ഫിലോണി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി.